നമ്മളെല്ലാം വളരെയധികം വേദനിപ്പിച്ചുകൊണ്ടാണ് ശ്രീനന്ദയുടെ അപകട മരണ വിവരം നമ്മളെ തേടിയെത്തിയത്. അപ്പോൾ ശ്രീനന്ദ ഒരു കാത്തിരിപ്പുണ്ടായിരുന്നു. ഇന്നലെ വളരെ വലിയ തരത്തിലുള്ള തിരച്ചിലുകൾ 3-4 ദിവസമായി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ തിരച്ചിലുകൾക്കൊക്കെ ഒടുവിൽ കണ്ടെത്താം എന്നൊരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആ പ്രതീക്ഷ നിഷ്ഫലമാക്കിക്കൊണ്ട് ഇന്നലെ ശ്രീനന്ദയുടെ മരണം സ്ഥിരീകരിച്ചു, മൃതദേഹം ലഭിച്ചു. സന്തോഷ് സലിംഗ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സന്തോഷ്, ഗുഡ് മോർണിംഗ്. പറയാൻ പറ്റുന്നൊരു സാഹചര്യമല്ല എന്ന് എനിക്കറിയാം. സന്തോഷ് ഇപ്പോൾ ശ്രീനന്ദയുടെ വീട്ടിലാണ്. എപ്പോഴാണ് മൃതദേഹം അവിടെ എത്തിക്കുക? എന്താണ് ഏറ്റവും പുതുതായി കൂട്ടിച്ചേർക്കുവാൻ പറ്റുന്ന വിവരങ്ങൾ? സിന്ദൂരി, ഞാനിപ്പോൾ കടമ്പഴിപ്പുറത്ത് ശ്രീനന്ദയുടെ വീട്ടിന് മുമ്പിലാണ് നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും മൃതദേഹം ഇവിടെ എത്തിക്കാം. അതിനാണ് ബന്ധുക്കളെല്ലാവരും ഇവിടെയുണ്ട്. ഏകദേശം ഇപ്പോൾ ഏറ്റവും അവസാനം അവർ പറയുന്നത് 9 മണിയോടുകൂടി മൃതദേഹം വീട്ടിലെത്തിക്കാം എന്നായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ യാത്ര അല്പം വൈകിട്ടുണ്ട്. അപ്പോൾ ഒരു 11 മണിയോടുകൂടി ഇവിടെ വീട്ടിൽ ശ്രീനന്ദയുടെ വീട്ടിലെത്തിക്കും. ശ്രീനന്ദയുടെ ഒപ്പം പഠിച്ചവർ ഇവിടെ കടമ്പഴിപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. അവിടെ പഠിച്ചവർ കൂടാതെ ബന്ധുക്കൾ എല്ലാവരും ഇവിടെയുണ്ട്. അപ്പോൾ അവർക്കൊരു പൊതുദർശനം 1 മണിക്കൂറിലേറെ നീളും എന്നാണ് പറയുന്നത്. എന്തായാലും 1 മണിയോടുകൂടി ഇവിടെ നിന്നും മൃതദേഹം എടുക്കും. സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുപോകും. ഐവർ മഠത്തിലേക്കാണ് കൊണ്ടുപോവുക. ഇവിടെ നിന്നൊരു 3/4 മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പോൾ ഐവർ മഠത്തിൽ വെച്ച് ആചാരപരമായ ചടങ്ങുകളോടുകൂടി എല്ലാം പൂർത്തിയാക്കാനാണ് ബന്ധുക്കളുടെ തീരുമാനം. ഇപ്പോൾ ഇന്നലെ ബന്ധുക്കളെല്ലാവരും നമ്മളിവിടെ നിന്ന് സംസാരിച്ചപ്പോൾ ബന്ധുക്കളെല്ലാവരും പറഞ്ഞിരുന്നു ഈ മരണത്തിൽ ഒരു ദുരൂഹതയുണ്ട് എന്നാണ്. കാരണം ഒരു 42 അംഗ സംഘമാണല്ലോ യാത്ര പോയത്. അവരോടൊപ്പം അച്ഛൻ്റെ ചേട്ടൻ അടക്കമുള്ളവരുണ്ടായിരുന്നു. അദ്ദേഹമൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എപ്പോഴാണ് ഇവിടെ കൊണ്ടുവരിക? 10-10:30 ഇവിടെ എത്തും. പിന്നെ 1 മണിവരെ പൊതുദർശനത്തിന് വയ്ക്കും. അത് കഴിഞ്ഞ് ഐവർ മഠത്തിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ എവിടെ എത്തി? കുറച്ചും വിളിച്ച് കഴിഞ്ഞപ്പോൾ മഞ്ചേരി പാസ് ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ വിളിച്ചില്ല. എപ്പോഴും വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമാണ്. ഐവർ മഠത്തിൽ എങ്ങനെയാണ് ചടങ്ങുകൾ? ഐവർ മഠത്തിലെ ചടങ്ങുകൾ സംസ്കാര ചടങ്ങുകളെല്ലാം കുറച്ച് സമയം എടുക്കില്ല ഇവിടെ? ഇല്ലല്ല, കൂടുതൽ സമയം എടുക്കില്ല. 1 മണിക്കൂറൊക്കെ എടുക്കായിരിക്കും. ഇന്നലെ നമ്മളെല്ലാവരും ഇവിടെ വന്നിരുന്നു. അപ്പോൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ആ സ്ഥലം ബന്ധപ്പെട്ട് നമ്മൾ ചില ദുരൂഹതയൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ബാക്കിയുള്ളവരുടെ സംസാരിച്ചപ്പോൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും വിവരം കിട്ടിയിരുന്നോ? അതിപ്പോൾ ആദ്യം നമുക്ക് കിട്ടിയ ഒരു തെറ്റായ വിവരമായിരുന്നു. ബോഡി ലൊക്കേഷൻ വാച്ച് ടവറിന് താഴെയാണെന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ വാച്ച് ടവറിൻ്റെ അവിടെ കുട്ടി പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങളാരും അറിയാതെ പോകാൻ പറ്റില്ല. കാരണം ആ ലൊക്കേഷനിൽ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെയാണ് ലാസ്റ്റ് ഈ വ്യൂ പോയിൻറ്റിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പക്ഷേ ആ കുട്ടി അവിടെ പോയിരിക്കാം. അപകടത്തിൽ പെട്ടതാവുമെന്ന് വിചാരിക്കും. അവിടെ കുട്ടിയെ കണ്ട സാധ്യത എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അവിടെ ആ ഭാഗത്ത് അത് തന്നെ. ഞാൻ അതിന് മുമ്പ് തവണ ആ കുട്ടി അവിടെ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ഈ ബാരിക്കേഷന് പുറത്തിറങ്ങി അതിൻ്റെ ഡെപ്ത് നോക്കുന്നത് കണ്ടു. അപ്പോൾ ഞങ്ങൾ വഴക്ക് പറഞ്ഞ് കുട്ടിയെ തിരിച്ചകത്ത് കയറ്റി. പിന്നെ കുട്ടി മറ്റുള്ളവരുടെ കൂടെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ താഴേക്ക് പോയത്. പിന്നെ അവിടെ മറ്റുള്ള ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും എല്ലാവരുടെ കണ്ണു വെട്ടിച്ച ഒരു പക്ഷേ കുട്ടി അവിടെ പോയിരിക്കാമെന്ന് വിചാരിക്കണം. ബാരിക്കേഡിന് അപ്പുറത്തേക്കോ അതിനുള്ള സംവിധാനം ഉണ്ടോ? ബാരിക്കേഷൻ എന്ന് പറഞ്ഞാൽ 3 ലെയർ ഇതാണ്, ഹാൻഡ് റെയിലാണുള്ളത്. 3 പൈപ്പാണ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള പിന്നെ സൈഡിൽ ചെറിയൊരു ഗ്യാപ്പും ഉണ്ട്. അത് ഈ ഹൈറ്റ് കാണാനുള്ള ഒരു കൗതുകം കാരണം പോയതായിരിക്കും. കാരണം ആ കുട്ടിക്ക് ഒന്നിനും പേടിയില്ല. അങ്ങനെ ഒരു ടൈപ്പാണ്. എല്ലാ കാര്യത്തിലും ആക്റ്റീവാണ്. ഒരു പേടിയില്ല, അങ്ങനെ ആക്റ്റീവാണ്. ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ എന്താ പറഞ്ഞത്? അവിടെയുള്ള എന്തെങ്കിലും പറഞ്ഞു? ഉള്ളവരുടെ അടുത്ത് വിശദമായിട്ടൊന്നും പറഞ്ഞില്ല. അവർ പറഞ്ഞ് വേറെ കുഴപ്പമൊന്നുമില്ല, വീഴ്ചയിൽ പറ്റിയതാണെന്നാണ് അവർ പറഞ്ഞത്. ഇനിയിപ്പോൾ അവർ വന്നാലാണ്. അവിടെ ആരെങ്കിലും ഇദ്ദേഹം കണ്ട സ്ഥലത്ത് ആരെങ്കിലും പോയിരുന്നു? നമ്മുടെ കൂടെ പോയിരുന്നു. നമ്മളുടെ 4 പേര് പോയിരുന്നു. അവരെന്താ പറഞ്ഞത്? അവരും ഇത് തന്നെ പറഞ്ഞ വേറെ പ്രത്യേകിച്ചൊന്നും വരാനുള്ള സാധ്യതയില്ല, അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇനി സംസ്കാര ചടങ്ങുകളുടെ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാനുണ്ടല്ലേ, നടക്കണ്ടേ? ശരി കേട്ടോ. സിന്ദൂരി, ഇപ്പോൾ ഇവിടെ ഉള്ളത് വലിയച്ഛനാണ്. അദ്ദേഹമാണ് ഈ സംസ്കാര ചടങ്ങുകളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം അങ്ങോട്ട് പോയത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഇതിൻ്റെ ദുരൂഹതയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ദുരൂഹതയിൽ ഒരു സംശയമുണ്ടായിരുന്നത് ഈ വ്യൂ പോയിന്റിൽ നിന്ന് കുട്ടി ഇരുന്നതിന് 20 മീറ്റർ മാറി മറുഭാഗത്താണ് കുട്ടി വീണതെന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ കൂടുതൽ വിശദീകരണവും ബന്ധുക്കളും ഒക്കെ സ്ഥലത്തെത്തി പരിശോധിച്ചതിന് ശേഷം മനസ്സിലാകുന്നത് അങ്ങനെയല്ല. വ്യൂ പോയിന്റിനല്ല, കുട്ടി നേരത്തെ ആ ഭാഗത്ത് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ചിലപ്പോൾ കാലിൽ തന്നെ വീഴാനുള്ള സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. കാരണം അവിടെ ബാരിക്കേഡുണ്ട്, പക്ഷേ അതിനപ്പുറത്താണ് കൊക്ക. അപ്പോൾ ഈ കൊക്കയുടെ ആഴമൊക്കെ നോക്കാനുള്ള ഒരു കൗതുകം കാരണം പലപ്പോഴും
കുട്ടികളൊക്കെ അങ്ങോട്ട് പോകാറുണ്ട്. അത് ബാക്കി മുതിർന്നവരൊക്കെ അവിടെ ഉണ്ടാകാറുമുള്ളതാണ്. പക്ഷേ ഏതോ ഒരു സമയത്ത് ഇപ്പം 5:20 ശേഷമാണല്ലോ, ഇതൊരു സമയത്ത് ഒരു കൗതുകം കാരണം പോയതായിരിക്കാം. കാൽ തന്നെ വീഴാനുള്ള സാധ്യതകൾ തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നത്. തലയുടെ വലതുഭാഗത്തേറ്റ ക്ഷതമാണ് മരണകാരണം. ശരീരം മുഴുവൻ മുറിവുകളുണ്ട്, ഉരുണ്ട് വീണതിൻ്റെ മുറിവുകളാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമികമായ നിഗമനമായി ബന്ധുക്കളെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഒരു 11 മണിയോടുകൂടി തന്നെ ശ്രീനന്ദയുടെ ശരീരം വീട്ടിലെത്തിക്കും.